അച്ഛൻ മദ്യപാനിയായിരുന്നു. സാധനം വീട്ടിൽ കൊച്ചിലെ മുതലുണ്ടായിരുന്നു. 7ാമത്തെ വയസ്സിൽ ഈ സാധനം രുചിച്ചു നോക്കിയതാണ്. അപ്പൻ എടുത്തു വെച്ചിരുന്ന മദ്യം. അവിടുന്ന് ഇങ്ങനെ കയറി വന്നു. തികഞ്ഞ മദ്യപാനിയായി, പുകവലിയായി. കഴിഞ്ഞ മാസത്തിലൂടെ പ്രാർത്ഥനയിൽ വന്നു. കുടുംബജീവിതം ഈ മദ്യപാനവും പുകവലിയും നിമിത്തം ഭാര്യ പിണങ്ങിപ്പോയി. കോടതിയിൽ ഡിവോഴ്സിന് ഫയൽ ചെയ്തു. കേസായി. പക്ഷെ ഈ മനുഷ്യന്റെ രൂപാന്തരം കണ്ട് തിരിച്ചറിഞ്ഞ് ഭാര്യ മടങ്ങി വന്നു, കുഞ്ഞുങ്ങൾ മടങ്ങി വന്നു. ഇതൊക്കെ ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഒന്ന് കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ്. എത്രയോ ആയിരങ്ങളാണ്, എത്രയോ ജീവിതങ്ങളാണ് ഈ നിലയിൽ രൂപാന്തരപ്പെടുന്നതും വിടിവിക്കപ്പെടുന്നതും. അദ്ദേഹത്തിൻ്റെ പേര് രാജൻ എന്നാണ്. പാസ്റ്റർ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഇവിടെ സംബന്ധിച്ചു. ആ മീറ്റിങ്ങിൽ ഇദ്ദേഹം തകർന്ന വന്ന് കുടുംബജീവിതം തകർന്ന് ഇവിടെ കടന്നു വന്നത് ദിവസം പ്രാർത്ഥിച്ചു. ആ കോടതി വരെ കേസ് വരെ ആയതാ. ആ കേസെല്ലാം കോടതിയിൽ നിന്നെല്ലാം അവർ തന്നെ കംപ്ലീറ്റ് മാറ്റി. കുടുംബം റീസ്റ്റോറായി. ഡിവോഴ്സിന് ഫയൽ ചെയ്തതാണ്. അതെ, കോടതി വരെ പോയതാണ്. കോടതിയിലേക്ക് കേസ് കൊടുത്തതാണ്. പ്രാർത്ഥനയിൽ കുടുംബജീവിതം റീസ്റ്റോറായി. വലിയ അത്ഭുതമാണത്. അദ്ദേഹത്തിന് മദ്യപാനവും മാറി. ഒന്ന് മൈക്രോഫോൺ കൊടുത്തേ. ഇപ്പോഴല്ല, എൻ്റെ ചെറുപ്പം മദ്യപിക്കുമായിരുന്നോ? 7ാമത്തെ വയസ്സ് മുതൽ മദ്യപിക്കും. സിഗരറ്റ് 7ാമത്തെ വയസ്സ് മുതൽ. ഈ 7ാമത്തെ വയസ്സ് മുതൽ എല്ലാ സ്വഭാവം, ഈ സിഗരറ്റ് വലിയും പുകവലിയൊക്കെ തുടങ്ങി. എൻ്റെ ഇതൊക്കെ ചെയ്യുന്ന സ്വഭാവമുള്ള ഒരു അച്ഛൻ വീട്ടിൽ വെച്ചിരിക്കുന്നത് എടുത്ത് കഴിക്കുമായിരുന്നു. ഓക്കെ, അങ്ങനെ മദ്യപാനിയായി. എനിവേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ കുടുംബജീവിതം എല്ലാം തകർന്നു. എനിക്കിപ്പോൾ 42 വയസ്സുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം ഇത്രയും നാൾ ഞാൻ ശ്രമിക്കാത്തതുകൊണ്ടല്ല, ഒരുപാട് വർഷം കൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു പാസ്റ്ററിൻ്റെ യൂട്യൂബിൽ ഇതൊക്കെ ഞാൻ കാണുന്നു. പാസ്റ്റർ പല പ്രസംഗത്തിലും പറഞ്ഞിട്ടുണ്ട്, ശരീരം യഹോവയുടെ ആലയമാണ്, അതിനെ നശിപ്പിക്കരുത്. അപ്പോൾ അത് മാത്രമല്ല, കഴിഞ്ഞ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പം എനിക്കത് ഇന്ന് വരെ ഫീൽ ചെയ്യാത്ത. അപ്പം ഞാൻ പാസ്റ്ററിൻ്റെ കുറേ നാൾ കൊണ്ട് ഈ മീറ്റിങ്ങിന് ഇങ്ങനെ കാണണം, വരണം എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ മദ്യപിച്ചിട്ടില്ല, ഇല്ല, പുകവലിച്ചിട്ടില്ല. പിണങ്ങിപ്പോയ ഭാര്യ തിരിച്ചു വന്നു, മക്കളും വന്നു. എൻ്റെ എല്ലാം കൈയടിച്ച് കർത്താവിന്. ഇതൊരു അത്ഭുതമാണ്. ഉറപ്പുള്ളവരൊന്ന് നന്നായിട്ടൊന്ന്, ഇതൊരു അത്ഭുതമാണ്, ഇതൊരു അത്ഭുതമാണ്. അച്ഛൻ മദ്യപാനിയായിരുന്നു. സാധനം വീട്ടിൽ കൊച്ചിലെ മുതലുണ്ടായിരുന്നു. 7ാമത്തെ വയസ്സിൽ ഈ സാധനം രുചിച്ചു നോക്കിയതാണ്. അപ്പൻ എടുത്തു വെച്ചിരുന്ന മദ്യം. അവിടുന്ന് ഇങ്ങനെ കയറി വന്നു. തികഞ്ഞ മദ്യപാനിയായി, പുകവലിയായി. കഴിഞ്ഞ മാസത്തിലൂടെ പ്രാർത്ഥനയിൽ വന്നു. കുടുംബജീവിതം ഈ മദ്യപാനവും പുകവലിയും നിമിത്തം ഭാര്യ പിണങ്ങിപ്പോയി. കോടതിയിൽ ഡിവോഴ്സിന് ഫയൽ ചെയ്തു. കേസായി. പക്ഷെ ഈ മനുഷ്യന്റെ രൂപാന്തരം കണ്ട് തിരിച്ചറിഞ്ഞ് ഭാര്യ മടങ്ങി വന്നു, കുഞ്ഞുങ്ങൾ മടങ്ങി വന്നു. ഇതൊക്കെ ഞാൻ കേൾക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഒന്ന് കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ്. എത്രയോ ആയിരങ്ങളാണ്, എത്രയോ ജീവിതങ്ങളാണ് ഈ നിലയിൽ രൂപാന്തരപ്പെടുന്നതും വിടിവിക്കപ്പെടുന്നതും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അത് കിങ്ഡം ഓഫ് ഗോഡിന്റെ എക്സ്പാൻഷൻ ആണ്. സഹോദര, ഈ മീറ്റിംഗ് കഴിഞ്ഞ് പാസ്റ്റർ ക്രിസ്റ്റിനെ ഒന്ന് കാണണം. നീ ഒരു ദൂതൂടെ അങ്ങോട്ട് പറയാൻ പോവാ. കർത്താവ് നിന്നെ ശുശ്രൂഷയിൽ ഉപയോഗിക്കാൻ പോവാ. നീ അനേകരോട് യേശുവിന്റെ സുവിശേഷം പറയാൻ പോവാ. നീ നിമിത്തം അനേക കുടുംബങ്ങൾ വിടുവിക്കപ്പെടാൻ പോവാ. നിന്നിലൂടെ അനേകർ സൗഖ്യം പ്രാപിക്കാൻ പോവാ.